ഈ ജോലി ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയമില്ലേ എന്ന ചോദ്യത്തിന് ഗാസയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മാധ്യമപ്രവർത്തകരിൽ ഒരാളായ സുമയ്യ ഉഷാഹ മറുപടി പറഞ്ഞു. ഇല്ല, എനിക്ക് പേടിയില്ല. ഞാൻ പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ ഉമ്മയും ഉപ്പയും ഇതിനെതിരായിരുന്നു. കാരണം അവർക്കറിയാം മാധ്യമപ്രവർത്തകർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. പക്ഷേ മാധ്യമപ്രവർത്തനത്തിനുള്ള എൻ്റെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ ഒടുവിൽ അവർ സമ്മതം നൽകി. പുറത്തിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോടും ഉപ്പയോടും പറയും, ഞാൻ പോകുന്ന വഴിക്കോ മടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഷൂട്ടിനിടയിലോ ഞാൻ ആക്രമിക്കപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പലസ്തീൻ മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന ഷിറിൻ അബു അക്ലെയെ പോലെ ഒരു മാധ്യമ പ്രവർത്തകയാകാൻ ആഗ്രഹിക്കുന്ന 11 വയസ്സ് മാത്രമുള്ള സുമയ്യ ഉഷാഹയുടെ വാക്കുകളിൽ നിന്നും എത്രമാത്രം അപകടകരമാണ് ഗാസയിലെ മാധ്യമ പ്രവർത്തനമെന്ന് വ്യക്തമാണ്. ഷിറിൻ അബു അക്ലെയെ പോലെ തന്നെ റിപ്പോർട്ടിങ്ങിനിടെ ഏതു നിമിഷവും കൊല്ലപ്പെട്ടേക്കാമെന്ന തിരിച്ചറിവോടെയാണ് അൽ ജസീറയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന സുമയ്യ ഉഷാഹ ഉൾപ്പെടെയുള്ള ഗാസയിലെ മാധ്യമ പ്രവർത്തകർ ഇസ്രായേൽ വംശഹത്യയുടെ വിശദാംശങ്ങൾ ലോകത്തിന് മുന്നിലെത്തിക്കുന്നത്. ഗാസയിലെ അഭയാർത്ഥികളെ പോലെ ടെന്റിൽ കഴിഞ്ഞും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുമാണ് പല മാധ്യമ പ്രവർത്തകരും ഇസ്രായേലി ആക്രമണങ്ങളുടെ ക്രൂരതകൾ ലോകത്തിനായി പകർത്തുന്നത്. കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്ന സംഘടന തയ്യാറാക്കിയ കണക്കുകൾ പ്രകാരം ഒക്ടോബർ 7 മുതൽ മെയ് 17 വരെ 100 പലസ്തീൻ മാധ്യമ പ്രവർത്തകരും 2 ഇസ്രായേലി മാധ്യമ പ്രവർത്തകരും 3 ലെബനീസ് മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ 105 മാധ്യമ പ്രവർത്തകരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 16 മാധ്യമ പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 4 മാധ്യമ പ്രവർത്തകരെ കാണാതാവുകയും ചെയ്തു. ഇതോടൊപ്പം 36 മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അറസ്റ്റിലായ മാധ്യമപ്രവർത്തകരിൽ 25 പേർ ഇപ്പോഴും ഇസ്രായേൽ തടങ്കലിലാണ്. വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ചുമതലയാൽ നയിക്കപ്പെടുന്നവരെ ഇസ്രായേൽ പ്രതിരോധ സേന നിശബ്ദരാക്കുകയാണ് എന്ന് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡറിന്റെ പ്രതിനിധി ജൊനാഥൻ ഡാഗറിന്റെ പ്രസ്താവനയിൽ പറയുന്നു. മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെടുമെന്ന ബോധ്യമുള്ളതിനാൽ താമസിക്കാനും ജോലി ചെയ്യാനും ഒരു വീട് വാടകയ്ക്ക് നൽകാൻ പോലും പലരും വിസമ്മതിച്ചുവെന്ന് ഗാസയിലെ മാധ്യമപ്രവർത്തകരുടെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് AFPയുടെ ഫോട്ടോ ജേർണലിസ്റ്റ് മഹ്മൂദ് ഹംസ് പറയുന്നു. മാധ്യമപ്രവർത്തകരുടെ അടുത്ത് നിൽക്കുന്നത് പോലും ജീവന് ഭീഷണിയാണെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നതായും മഹ്മൂദ് ഹംസ് സ്വന്തം അനുഭവത്തിൽ നിന്നും സാക്ഷ്യപ്പെടുത്തുന്നു. 50-ലേറെ മാധ്യമ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്ന കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റിന്റെ കണ്ടെത്തൽ ഈ ആശങ്ക യാഥാർത്ഥ്യമാണെന്ന് വ്യക്തമാക്കുന്നു. മാധ്യമപ്രവർത്തകരുടെ കൊലപാതകങ്ങൾ യാദൃശ്ചികമല്ലെന്നും ആസൂത്രിതമായ കൊലപാതകങ്ങളാണെന്നും തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ CPJ അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് നേരെയും നിരവധി തവണ ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ നടത്തിയതായും ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്നും അജ്ഞാത നമ്പറുകളിൽ നിന്നും നിരവധി മാധ്യമപ്രവർത്തകർക്ക് നിരന്തരം വധഭീഷണികൾ ഉണ്ടായതായും നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ സൈബർ അറ്റാക്കുകൾ നേരിട്ടതായും CPJയുടെ അന്വേഷണങ്ങൾ കണ്ടെത്തി. അൽ ജസീറ ഗാസ ബ്യൂറോ ചീഫ് വായിൽ ദഹ്ദൂദിനും കുടുംബത്തിനും നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങൾ മാധ്യമ പ്രവർത്തകരെയും അവരുടെ കുടുംബത്തെയും ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നതിന്റെ ഉദാഹരണമാണ്. വായിൽ ദഹ്ദൂദിന്റെ മകനും അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകനുമായ ഹംസ ദഹ്ദൂദിന്റെ കൊലപാതകത്തെ അപലപിച്ചുകൊണ്ട് അൽ ജസീറ പുറത്തിറക്കിയ കുറിപ്പിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ അധിനിവേശ സേന ഞങ്ങളുടെ സഹപ്രവർത്തകനായ വായിൽ ദഹ്ദൂദിനെയും കുടുംബത്തെയും ആസൂത്രിതമായി ആക്രമിച്ചു. 2023 നവംബറിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകനെയും മകളെയും പേരക്കുട്ടിയെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി. വായിൽ ദഹ്ദൂദിനെയും സഹപ്രവർത്തകനായ ക്യാമറാമാൻ സമീർ അബു ദഖയെയും 2023 ഡിസംബറിൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചിരുന്നു. സമീർ അബു ദഖ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2024 ജനുവരിയിൽ അദ്ദേഹത്തിന്റെ മകൻ ഹംസ ദഹ്ദൂഹിന്റെ കൊലപാതകം മാധ്യമപ്രവർത്തകർക്കും അവരുടെ കുടുംബങ്ങൾക്കും നേരെയുള്ള ഇസ്രായേൽ സേനയുടെ ക്രൂരമായ ആക്രമണങ്ങൾ ആസൂത്രിതമാണെന്ന് സംശയരഹിതമായി സ്ഥിരീകരിക്കുന്നു. വായിൽ ദഹ്ദൂദിന്റെ മകൻ ഹംസ ദഹ്ദൂദിനെയും ഫ്രീലാൻസ് വീഡിയോ ജേർണലിസ്റ്റായ മുസ്തഫ തുറായയെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയത് റിപ്പോർട്ടിങ്ങിനിടെ അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാറിനു നേരെ ഡ്രോൺ ആക്രമണം നടത്തിയാണ്.
ഈ കൊലപാതകങ്ങൾ വ്യാപകമായ വിമർശനങ്ങൾക്കിടയാക്കി. എന്നാൽ ഹംസ ദഹ്ദൂഹിയും മുസ്തഫ തുറായും മാധ്യമ പ്രവർത്തകരല്ല, ഇസ്രായേൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം തീവ്രവാദികളാണ് എന്നായിരുന്നു ഇസ്രായേൽ വക്താക്കളുടെ വിശദീകരണം. ഗാസയിൽ മാധ്യമപ്രവർത്തകരായി കാണപ്പെടുന്നവരെല്ലാം മാധ്യമപ്രവർത്തകരല്ലെന്നും ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളാണെന്നും അവരെ ഇസ്രായേൽ കൊലപ്പെടുത്തുമെന്നും പരസ്യമായി പ്രതികരിക്കാൻ പോലും ഇസ്രായേൽ വക്താക്കൾ മടിച്ചില്ല. ഇസ്രായേൽ വംശഹത്യയെ തുറന്നുകാട്ടുന്ന മാധ്യമപ്രവർത്തകർ ഇസ്രായേലിന്റെ കണ്ണിൽ തീവ്രവാദികളായി മാറുന്നു. ഹമാസ് സൈനികരെ കൊലപ്പെടുത്താനായി ഗാസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടെ സാധാരണക്കാരെ വേട്ടയാടുന്ന 35,000-ലേറെ പലസ്തീനികളെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈന്യം മാധ്യമപ്രവർത്തകരെയും കൊന്നൊടുക്കുന്നു. ഹമാസിനെ പോലെ തന്നെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായാണ് ഇസ്രായേൽ ഭരണകൂടം മാധ്യമ പ്രവർത്തനത്തെയും വിലയിരുത്തുന്നത്. വിവേചനരഹിതമായി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഞെട്ടിക്കുന്ന വാർത്തകൾ ലോകമൊട്ടാകെ വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്ന് തോന്നിക്കുന്ന വിദേശ മാധ്യമങ്ങൾ അടച്ചുപൂട്ടുന്നതിനും അവരുടെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്നതിനും വേണ്ടി വംശഹത്യ നടത്തുന്നതിനിടയിൽ ഇസ്രായേൽ പാർലമെന്റ് ഒരു സെൻസർഷിപ്പ് ബില്ല് പാസാക്കി. അൽ ജസീറ പൂട്ടാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ പ്രതിജ്ഞയെടുത്തിരുന്നു. ലോകം വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആഘോഷിച്ചപ്പോൾ ഇസ്രായേൽ ഭരണകൂടം അൽ ജസീറയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടി. ഗാസയിൽ നിന്നും പുറത്തുവരുന്ന സത്യങ്ങൾ ഇസ്രായേൽ ഭരണകൂടത്തെ അത്രമാത്രം അലോസരപ്പെടുത്തുന്നു. റിപ്പോർട്ടിംഗ് തടസ്സപ്പെടുത്തിയും മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചും കൊലപ്പെടുത്തിയും തടവിലാക്കിയും ഇസ്രായേൽ സൈന്യം ജനീവ കൺവെൻഷന്റെ ആർട്ടിക്കിൾ 79 നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ലംഘിച്ചപ്പോൾ ധീരമായ മാധ്യമ പ്രവർത്തനത്തിനുള്ള ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പുരസ്കാരം നൽകിയാണ് യുനെസ്കോ പലസ്തീനിലെ മാധ്യമ പ്രവർത്തകരെ ആദരിച്ചത്. പലസ്തീനിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പ്രതീകമായി മാറിയ ചിത്രം പകർത്തിയ റോയിട്ടേഴ്സിന്റെ മുഹമ്മദ് സേലം വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായി. ഇസ്രായേൽ നുണപ്രചാരണങ്ങളെ തകർത്തുകൊണ്ട് ഗാസയിലെ സത്യം പുറത്തു കൊണ്ടുവരാനായി പലസ്തീനിലെ മാധ്യമപ്രവർത്തകർ നടത്തിയ കഠിനാധ്വാനത്തെയും അവരുടെ നിശ്ചയദാർഢ്യത്തെയും ലോകം അംഗീകരിക്കുമ്പോഴും ഇസ്രായേൽ തടങ്കലിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകർക്ക് നീതി ലഭിക്കുമോ? ഗാസയിലെ മാധ്യമപ്രവർത്തകരുടെ കൊലപാതകങ്ങൾ വസ്തുതാപരമായി അന്വേഷിക്കപ്പെടുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമോ എന്നീ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധക്കുറ്റ വിചാരണയിൽ മാധ്യമപ്രവർത്തനത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും ഇസ്രായേൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്.